ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. और आप लोग रिसर्च करेंगे मिलेगा वक्फ की प्रॉपर्टी का लिस्ट आज पूरी दुनिया में आ चुका है. उसमें पार्लियामेंट है वो खुद भी, यहाँ तक के बहुत से लोग कहते हैं कि एयरपोर्ट भी यही वक्फ की प्रॉपर्टी के ऊपर बनाया गया. സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാ. ഡോക്ടർ ആരിഫ് ഹുസൈൻ കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പാലക്കാട് നിന്നും നമുക്ക് പുറം ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2219 സ്വത്തുക്കളിലെ അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അങ്ങയുടെ പ്രതികരണം? ഇത് കേൾക്കുമ്പോ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഞെട്ടലൊന്നുമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അതുപോലെ പല സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെ വരുന്നു. അതുകൂടാതെ കോടതിയിൽ നിരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ ഓൾറെഡി ഞെട്ടിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ഞെട്ടലൊന്നും വരുന്നില്ല. ഇനിയും ഇതേപോലെ നമ്മൾ കേൾക്കാനിരിക്കുന്നു എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ ഈ ക്ലെയിം വെക്കാനും ഇതിന് യാതൊരു അതിന്റെ സാധ്യത എന്താണ്, അങ്ങനെ പറയാനുള്ള കാരണം എന്നൊന്നും ആരും അന്വേഷിക്കാൻ തയ്യാറാകാതെ ഇത് കേട്ട് ഇതെന്തോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്ന പോലെ അത് കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ ഉടനെ ഇതേപോലെ ഓരോന്നൊക്കെ ആയിട്ട് വരുമെന്നുള്ള രീതിയിൽ വേണ്ടിയിട്ടുള്ള ചില വാചകങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു സംഗതിയെ പ്രശ്നമല്ല എന്ന് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു വലിയ പ്രശ്നം ആയിട്ട് കണ്ട് ഇതിലെ അമെന്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊണ്ട് അതിനുശേഷം ഈ വഖഫ് നിയമം തന്നെ റദ്ദാക്കുന്നതിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം അത് ആയിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇത് അതിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടെത്തിക്കേണ്ടത്. ആരിഫ് ഹുസൈൻ, ഇന്ന് പാർലമെന്റിന്റെ ഒരു ഷെഡ്യൂൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെ പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോകുകയാണ്. വഖഫ് ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ പാസ്സാക്കും. ഇപ്പോൾ ഓൾറെഡി JPCയുടെ മുന്നിലാണല്ലോ വഖഫ് ഭേദഗതി ബിൽ നിൽക്കുന്നത്. അതിൽ തുടർ നടപടികൾ വളരെ കൃത്യമായി ഉണ്ടാകും. വഖഫ് ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പലവട്ടം പറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടെ ഈ ആശങ്കയ്ക്ക് നമുക്കൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമോ? അതോ ഇവിടെ കേരള നിയമസഭ ഏകപക്ഷീയമായ ഒരു പ്രമേയം പാസാക്കി ഇടത് വലത് മുന്നണികൾ ഈ മുനമ്പത്തെയൊക്കെ ജനങ്ങളെ പാടയെ നിരാകരിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടു. ഒരു പ്രത്യാശ ഇനി പാർലമെന്റിലാണ് അല്ലേ? ഇത് ഒരു അമെന്റ്മെന്റ് നടത്തുന്നതോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങളും അങ്ങ് ശരിയാവും എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ല. കാരണം ഇതില് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അതിൽ ഏറ്റവും പ്രധാനം വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി, അത് ശരിയായ ഒരു രീതിയല്ല. ഇപ്പോ അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മളെ ക്ഷേത്ര ഭൂമികൾക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഭൂമിയാണ് അതേപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്പൊ സ്ഥലം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും മതത്തിന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഒന്നത്. രണ്ട്, ഇതുപോലെ ഈ ഒരു ചർച്ച ഇങ്ങനെ ഇപ്പോ വന്നതിന്റെ ഭാഗമായിട്ട് ഇനി അഥവാ അമെന്റ്മെന്റ് നടത്തി വന്നാൽ തന്നെ ഇത് വലിയ തോതിലുള്ള ധ്രുവീകരണത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമൂഹങ്ങൾ തമ്മിൽ ആ ഒരു രീതിയിലേക്ക് ചർച്ച പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഇപ്പോ ഇതിനകത്ത് റിസോർട്ട് മാഫിയയുടെ പേര് പറഞ്ഞിട്ട് ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞ് ഏർപ്പാടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ കൂടെ തന്നെ ഇത് മുസ്ലിം ലീഗ് അതുപോലെ നമ്മുടെ സമസ്ത ഇവരൊക്കെ വന്നുകൊണ്ട് പറയുന്ന വാദങ്ങൾ കേട്ടു നോക്കും. ഇത് വഖഫ് ആണ് എന്ന് അവര് നിന്ന് പറയുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നു അത് വഖഫ് അല്ല എന്ന് പറയുന്നു. ഇത് ഏതാണ് ഈ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഏതു തന്നെയാണെങ്കിലും അതിലൊരു തീരുമാനം അന്തിമമായിട്ട് എടുത്ത് ഈ പ്രശ്നം എത്ര പെട്ടെന്ന് പരിഹരിക്കുന്നോ അത്രയും ധ്രുവീകരണം ഇവിടെ കുറച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ഇത് സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പോ BJP അതിനകത്ത് നമ്മളെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം അതിനകത്ത് കാണിക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത്. പക്ഷെ അതിവിടെ കാണുന്നില്ല. ഇപ്പോഴും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ ചർച്ചകൾ ഈ ബില്ല് അമെന്റ്മെന്റ് നടത്തിയാൽ പോലും അത് അവസാനിക്കില്ല ഉടനെയൊന്നും. കാരണം ഇത് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പല വേദികളിൽ ഇത് ചെറുതും വലുതുമായിട്ടുള്ള ചർച്ചകൾ ഇതിനോടൊപ്പം നടന്നു കഴിഞ്ഞ്
അത് ഇന്നിപ്പോ ഈ ഒരു വ്യാപകമായ രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇനിയും വ്യാപിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, ലാൻഡ് ജിഹാദ് എന്നല്ലേ നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഈ ലാൻഡ് ജിഹാദ് എന്നുള്ള വാക്ക് ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ചില മാധ്യമ പ്രവർത്തകര് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇവിടെ അവർക്ക് വിലക്കുകൾ വരെ നേരിട്ടിട്ടുണ്ട്. അപ്പോ അന്ന് അവർ ആ ഉപയോഗിച്ച വാക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിയില്ലേ? അതിനുള്ള കാരണം ഇതായി മാറിയില്ലേ? അപ്പൊ എന്താണ് അതിന് വഴിവെച്ചത്? അപ്പൊ ഇത് നമ്മള് നോക്കുമ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. ശ്രീ ആരിഫ് ഹുസൈൻ, നമ്മൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സമസ്തയെ പോലുള്ളവർ വരികയാണ്, മുസ്ലിം ലീഗ് അതിൽ അനുനയ നീക്കങ്ങളുമായി വരുന്നു. ഇന്ന് നോക്കൂ, വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്, അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മുനമ്പം സമരം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം വഖഫ് സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ മുനമ്പം ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് മുനമ്പം വഖഫ് ഭൂമി ബോധപൂർവം കയ്യേറിയിരിക്കുകയാണ്, രാഷ്ട്രീയ നേട്ടത്തിനായി ഇതാർക്കും വിട്ടുകൊടുക്കരുത്, അവിടെ സമരം ചെയ്യുന്നത് മാഫിയയാണ്, അവിടെ റിസോർട്ട് മാഫിയയാണ് സമരം ചെയ്യുന്നത്, ഇതിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം ഒരൊറ്റ അമുസ്ലിം പോലും അവിടെ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് തന്നെയാണ് ഞാൻ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചത്. ഇപ്പൊ ഈ വിഷയം ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥല വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഭൂമി വ്യവഹാരങ്ങൾ നടക്കുമ്പോൾ അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടായാൽ, അതിനിപ്പോ ക്ഷേത്രഭൂമി ആയാലും ശരി, ഇനി ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമി ആയാലും ശരി, നമ്മൾ എന്താ ചെയ്യാറ്? അത് കോടതിയിൽ പോകുന്നു, അതിനുവേണ്ട പരിശോധനകൾ നടത്തി അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ കണ്ട് അതിനകത്തൊരു തീരുമാനം കണ്ടെത്തി അത് ഒരു തീർപ്പാക്കുന്ന കാഴ്ച. മേ ബി അതിനൊരു 50 വർഷം സമയമെടുത്ത് തന്നെ കൂട്ടുക, ചിലപ്പോൾ അത്ര എടുത്താൽ പോലും അപ്പോഴും അവിടെ വരുന്നത് ഒരു സിവിൽ നിയമത്തിന് ഉള്ള ഒരു ആ സിവിൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിന്റെ അന്തിമ ഫലം വരുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നേരെ ഒരു സിവിൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് നേരെ മതത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇവിടെ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. മുസ്ലിം അമുസ്ലിം എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു. ഇത് ദൈവം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാനുള്ള വഴി ഉണ്ടാക്കി വെക്കുന്നു. ഇതെല്ലാം സംഭവിക്കുക എന്താണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയമായിട്ട്. ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇന്നലെ നമ്മൾ ചില അനുനയ നീക്കങ്ങൾ കണ്ടു. ലത്തീൻ കത്തോലിക്ക സമുദായത്തെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നു. മുസ്ലിം ലീഗാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണോ ഇത്തരത്തിലൊരു അനുനയ നീക്കം നടത്തേണ്ടത്? ഈ പ്രശ്ന പരിഹാരത്തിന് മുൻകൈ എടുത്ത് വരേണ്ടത് മുസ്ലിം ലീഗാണോ അതോ ഇവിടുത്തെ സർക്കാർ സംവിധാനമാണോ? തീർച്ചയായിട്ടും അതൊരു നല്ല നീക്കമായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വിഷയം ഇവിടെ സംസാരിച്ചു. അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിദ്യാലയത്തിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിടെ നമ്മൾ എന്താ കണ്ടത്? അവിടെയും ഉടനെ തന്നെ മഹല്ല് കമ്മിറ്റി വന്നിട്ടാണ് മാതാപിതാക്കളെ വിളിച്ച് അതല്ലെങ്കിൽ അവിടെ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഈ മഹല്ല് കമ്മിറ്റിക്ക് എന്താ റോള്? കുട്ടികള് വിദ്യാലയത്തിൽ പഠിക്കാൻ വിടുമ്പോൾ അത് വിദ്യാലയത്തിൽ അവിടെ ഒരു റോള് വരുന്നത് മാതാപിതാക്കൾക്കും ആ സ്കൂൾ അധികൃതർക്കുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഇവിടെയും അനുനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ആവശ്യം എന്താണ്? ഇനി അങ്ങനെ അനുനയിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അനുനയിപ്പിക്കേണ്ടത് ആരെയാണ്? സത്യത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ കണ്ടിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ആ നാട്ടുകാരെ അല്ലല്ലോ അനുനയിപ്പിക്കേണ്ടത്, വഖഫ് ബോർഡിനെയല്ലേ അനുനയിപ്പിക്കേണ്ടത്. അപ്പൊ മുസ്ലിം ലീഗ് ശരിക്കും അനുനയിപ്പിക്കാൻ വേണ്ടി വന്ന് ഇരിക്കേണ്ടത് ആരുടെ മുന്നിലാ? വഖഫ് ബോർഡിനാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ രാജ്യത്ത് ഇത് ശരിയായ രീതിയാണോ നിങ്ങൾ ഈ എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അനുനയിപ്പിക്കേണ്ട ബാധ്യതയല്ലേ ശരിക്കും ഇവിടെ ഉള്ളത്? അങ്ങനെയല്ലേ നമ്മൾ കാണുക. ഈ അനുനയം എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ അത് ഇവർ ചെയ്തത് വീണ്ടും അത് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് പറഞ്ഞു. കാരണം ഇത് വീണ്ടും ഇതിനകത്ത് മതങ്ങൾക്കാണ് റോള്, ഇവിടെ ഈ മത നിയമങ്ങൾക്കാണ് റോള്, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾക്കാണ് റോള്. അതല്ലാതെ മതേതരമായ കാര്യങ്ങൾക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിവിൽ റൈറ്റ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രീതിയിൽ ഇതിനൊരു പ്രശ്നപരിഹാരമല്ല
ഇവിടെ വില പോവുക എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതിനും അവരുടെ അത്തരം റോളുകൾ സമൂഹത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോളും ഇല്ലാതെയാക്കേണ്ട ആളുകളെ വീണ്ടും വീണ്ടും അവർക്കാണ് ഇവിടെ പങ്കുള്ളത് എന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും കൂടിയല്ല ഇവിടെ ചെയ്യുന്നത്. എന്തിനാണ് ഇതിന് നിൽക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇതില് പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണപക്ഷത്തിനാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്. കാരണം അവരാണ് ഭരണപക്ഷത്തിന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ആളുകൾ. ഇന്നിപ്പോ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളായിട്ട് ഇരിക്കേണ്ട ആളുകൾ പോലും ഇവരോടൊപ്പം നിന്നിട്ട് ഇതിനെ അമെന്റ്മെന്റിനെതിരെ നിയമം അത് റെസൊല്യൂഷൻ പാസ്സാക്കുന്ന തിരക്കിലാവുമ്പോൾ പിന്നെ എങ്ങനെയാണത് അവർ ചൂണ്ടിക്കാണിക്കുക? അപ്പൊ ഇവർ രണ്ടുപേർക്കും വേണ്ടത് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന സാധനം ആയതുകൊണ്ട് രണ്ടു കൂട്ടരും മത്സരിക്കുന്നു അതിനു വേണ്ടിയിട്ട്. അതേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതായത് താങ്കൾ ആദ്യം പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ട്. മതം എന്ന് പറയുന്ന ഒരു സെന്റർ പോയിന്റിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആരാണ് എന്നത് ഇന്നത്തെ ഒരു ഇന്നലെ നടന്ന അനുനയ നീക്കത്തിലൂടെ തന്നെ വളരെ കൃത്യമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അനുനയം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിനകത്തൊരു റോളില്ലാത്ത വിഷയമാണ്. കാരണം ഇതൊരു സിവിൽ നിയമം, അത് സിവിൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാകുമ്പോൾ ഇത് കോടതികളിലൂടെ പരിഹാരം കണ്ടെത്താം, ഗവൺമെന്റ് ഇടപെടലിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണ്. അതിനു പകരം ഇത് മതമേലധ്യക്ഷന്മാർക്കും അവരിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി ഇതിനെ തുറന്നിടുമ്പോൾ ഇത് കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇത് തെറ്റായ സന്ദേശം എന്ന് മാത്രമല്ല, ഇവരുടെയൊക്കെ ഈ റോള് അത് വലിയതാണ് എന്നുള്ള ഒരു തെറ്റായ ഒരു ഉറപ്പിക്കൽ കൂടിയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അത് സ്ഥാപിച്ചു കൊടുക്കലും കൂടിയാണ് അവിടെ നടക്കുന്നത്. ശ്രീ ബി എൻ ഹസ്കർ, ഇടത് നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രിന്റു മഹാദേവൻ പറഞ്ഞു വെച്ചത്, താങ്കൾ ഈ ഡിബേറ്റിന് ആധാരമായ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് വഖഫിന്റെ കൂടുതൽ അവകാശവാദം വരികയാണ്. 2219 സ്വത്തുക്കളിലെ അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുകയാണ്. അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ നിന്നും ലഭ്യമായ കണക്കുകളാണ്. അതിനെ അധികരിച്ചുകൊണ്ടാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രിന്റു മഹാദേവൻ പറഞ്ഞു വെക്കുന്നത്, ഇത് രാഷ്ട്രീയമായ ഒരു വാദമല്ല, അത്തരത്തിലൊരു ക്യാമ്പയിൻ അല്ല, ഇത് ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ ദൈന്യത അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തുന്നത് എന്നാണ്. ഈ പുതിയ വെളിപ്പെടുത്തലുകളോട്, പുതിയ കണക്കുകളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങതില് ഏറ്റവും പരമപ്രധാനമായി ചർച്ച അടക്കം ഒരു രാഷ്ട്രീയ ഗിമിക്കിന്റെ ഉപഭോഗ വസ്തുവായി മാത്രം കാണാനേ കഴിയുള്ളൂ. കാരണം വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു വഖഫ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വസ്തുവിന്മേലുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് വഖഫ് ബോർഡിനാണ്. അങ്ങനെ അന്യാധീനപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനുള്ള അധികാരം 2015 വഖഫ് ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്ത് വന്നതിനു ശേഷം രാജ്യത്താകമാനം തിരിച്ചു പിടിക്കപ്പെട്ട സ്വത്തുക്കളുടെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ എത്രത്തോളം സ്വത്തുക്കൾ വഖഫ് ആയിരുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ആ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വത്തുക്കൾ എങ്ങനെയൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് അതിന്റെ കണക്കുകൾ രാജ്യത്തെ വിവിധ വഖഫ് ബോർഡുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലേത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. നമുക്കറിയാം, കേരളത്തിലെ നമുക്ക് ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ ജനസംഖ്യാനുപാതത്തിൽ കുറവ് ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ സ്വാഭാവികമായും നമ്മുടെ ഭൂവിഭവ ശേഷിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി, രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനു വേണ്ടി ഈ വഖഫ് ബോർഡ് ഏതോ തരത്തിൽ അന്യാധീനമായി വഖഫ് സ്വത്തുക്കൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ കൈവശമിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുന്നു എന്നുള്ള വലിയ വിപുലമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു, ഒരു ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്തെ ഭൂമി പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ സേട്ട് നൽകിയിട്ടുള്ള വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി അല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരത്തിനപ്പുറം നിയമപരമായിട്ടുള്ള പരിഹാരമാണ് അക്കാര്യത്തിൽ വേണ്ടത്. ആ നിയമപരമായ പരിഹാരം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം വരുന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചെയ്യും എന്ന് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഉറപ്പ് കൊടുത്തിട്ടുള്ളതും ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് ഇങ്ങനെ പുതിയ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഭൂ ജിഹാദ് എന്ന പുതിയ ഓമന പേരിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടി ഏതോ തരത്തിലുള്ള പ്രീണനം നടത്തുന്നു സംസ്ഥാന സർക്കാർ എന്ന അർത്ഥത്തിൽ ഒരു പ്രചരണായുധമായി ഉയർത്തി കാണിക്കുന്നത്.
ഒരു തരത്തിലും ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ പാലക്കാട് ഇപ്പോൾ ഉയർത്തപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ ഒരാളുടെയും കൈവശമിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ അന്യാധീനമായി ആരെങ്കിലും ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൈയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ വഖഫ് ബോർഡിനൊപ്പം നിൽക്കും എന്നു തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ദൃഢമായിട്ടുള്ള തീരുമാനം. അതിലൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എതിർ കൈവശം വെച്ചാൽ നിയമപരമായി പോലും ആ എതിർ കൈവശം വെച്ച ആളിന് ആ ഭൂമി സ്വന്തമാക്കുന്നതിനാവില്ല. പക്ഷെ ഒരു വ്യക്തിയുടെയോ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ഭൂമിയാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ഭൂമി 13 കൊല്ലക്കാലം മറ്റൊരാൾ എതിർ കൈവശം വെച്ചു കഴിഞ്ഞാൽ കോടതി മുഖാന്തരം അയാൾക്ക് ആ ഭൂമി തന്റേതെന്ന രീതിയിൽ സ്വന്തമാക്കുന്ന നിയമപരമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ 30 കൊല്ലം ഒരു വ്യക്തി കൈവശം വെച്ചു കഴിഞ്ഞാൽ എതിർ കൈവശം അവകാശപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അയാൾക്ക് ആ ഭൂമി സ്വന്തമാകും. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ഭൂമിയോ അതല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളോ ആരെങ്കിലും എതിർ കൈവശം വെച്ചാൽ ആ എതിർ കൈവശം വെക്കുന്ന ആളുകൾക്ക് നിശ്ചയമായും ആ ഭൂമി എതിർ കൈവശം അവകാശപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചൊരു ഉത്തരവ് നേടാനാവില്ല എന്ന നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇത്തരം ഭൂമികൾക്കുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ ഇല്ല. ഇതൊരു നിയമപരമായി പരിഹരിക്കേണ്ട വിഷയം മാത്രമാണ്. നിയമപരമായി തന്നെ ഇക്കാര്യത്തിൽ പരിഹരിക്കപ്പെടും. അല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഭൂമി ആരെങ്കിലും തട്ടിയെടുക്കുമെന്നോ ഈ ഭൂമിയുടെ മുനമ്പത്തുകാർക്ക് ഇതൊന്നും ബോധ്യമാകുന്നില്ല. അവരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ BN ഹസ്കറിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ ഹസ്കർ, ഇതിൽ വളരെ കൃത്യമായ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ മുൻ നിശ്ചയപ്രകാരം ഈ 20-ാം തീയതി നമുക്ക് ആ ചർച്ച നടത്താമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും മുനമ്പത്തുകാരുടെയാണല്ലോ 610 കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തീയായി പടർന്നു നിൽക്കുന്നത്. അവരുടെ ആശങ്കയകറ്റാൻ എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുന്നത്? അതിൽ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയം സർക്കാരിനില്ലേ, ഇടതുപക്ഷത്തിനില്ലേ, ഒപ്പം പ്രതിപക്ഷത്തിനും? അങ്ങനെയല്ല. ഉദാഹരണത്തിന് മുനമ്പം വിഷയം മാത്രം എടുക്കാം. മുനമ്പം വിഷയത്തിൽ നിശ്ചയമായും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആകമാനം ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിശിഷ്യ കേരളത്തിലെ വിവിധ മുസ്ലിം മത സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ബിഷപ്പുമാരുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ നാം കേട്ടതാണ്. സ്വാഭാവികമായും അത് വിശ്വാസ്യതയിൽ എടുത്താൽ ഈ വിഷയത്തിന് പരിഹാരമാകും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം, ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന് പകരം മുസ്ലിം ലീഗിനെയാണോ നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പത്തുകാരുമായി സംസാരിക്കാൻ? ഇതിൽ മുനമ്പം വിഷയമായി മുസ്ലിം ലീഗിന് എന്താണ് ഇതിൽ കാര്യം? അതിൽ കാര്യമുണ്ട്. അത് മതപരമായി തീർക്കാൻ സർക്കാർ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണമല്ലേ അത്? ലീഗല്ലല്ലോ ഇടപെടേണ്ടത്, സർക്കാരിന്റെ പ്രതിനിധികളല്ലേ അവരുമായി ചർച്ച നടത്തേണ്ടത്. ഒന്നാമതേ ഈ വിഷയം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരം തരണം. നിയമപരമായ പരിഹാരം എന്ന് പറയുന്നത് ഇത് സത്താർ സേട്ട് നൽകിയിട്ടുള്ള വഖഫ് ഡീഡ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഡീഡ് എന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതും അതിൽ കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളതുമാണ്. ഏതെങ്കിലും തലത്തിൽ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കല്ലാതെ ഈ ഭൂമി ഉപയോഗിക്കാൻ പാടില്ലെന്നും അങ്ങനെ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ആ ഭൂമി തിരിച്ച് സത്താർ സേട്ടിന്റെ പിന്തുടർച്ച അവകാശികൾക്ക് നൽകണം എന്ന ഒരു കണ്ടീഷൻ ആ ഡീഡിൽ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അൺകണ്ടീഷണലായിട്ട് മാത്രമേ ഇത്തരം വഖഫ് ഡീഡുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമപരമായ വ്യവസ്ഥ നിലനിൽക്കെ കണ്ടീഷണൽ ഡീഡ് ആവുമ്പോൾ സ്വാഭാവികമായും അത് വഖഫ് ഡീഡ് എന്നതിന് പകരം അത് ഒരു ഗിഫ്റ്റ് ഡീഡായി മാറുന്നു എന്ന നിയമപരമായ വ്യാഖ്യാനമുണ്ട്. ആ നിയമപരമായ വ്യാഖ്യാനത്തിന് സെക്ഷൻ 51 വഖഫ് ആക്ടിന് മറ്റൊരു പ്രശ്നമുള്ളത്, ഏതെങ്കിലും തരത്തിൽ വഖഫ് ഡീഡുകളിൽ ഒന്നാമതായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് തുടർന്ന് ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വോയിഡ് അബ് ഇനിഷ്യൂ ആയി പ്രഖ്യാപിക്കാം എന്ന്
വഖഫ് നിയമം തന്നെ പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് ഒരു നിയമപരമായി പരിഹരിക്കേണ്ട വിഷയമാണ്. ഇനി ഈ നിയമപരമായ പ്രശ്നം അതിൽ ഉൾക്കൊള്ളുന്ന ഘട്ടത്തിൽ ഇതിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും, മുസ്ലിമായി ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇപ്പോ സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും വീണ്ടും ഈ പ്രശ്നം നിയമപരമായി നീണ്ടുപോകുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയപരമായി കൂടി പരിഹരിക്കപ്പെടേണ്ട വിഷയമുണ്ട്. അങ്ങനെ അതിനൊരു ഉദാഹരണമാണ് വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി എന്ന പേരിൽ ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തിരിക്കുന്ന അപ്പീലിനെ തുടർന്നാണ് ഇവരുടെ റവന്യൂ അധികാരങ്ങൾ ആകമാനം കവർന്നുകൊണ്ട് സ്റ്റേ ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ നാളെ മറ്റൊരാളും ഇത്തരത്തിലൊരു നിയമപരമായ പോരാട്ടത്തിന് തയ്യാറാകാതിരിക്കുക എന്നുള്ളത് മുസ്ലിം സംഘടനകളിലെ ആകമാനം ഇന്ന് വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ അതിൽ പറയുന്നുണ്ട് വഖഫ് ഭൂമി മോചിപ്പിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ മുനമ്പത്ത് അധിവസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് ഈ വഖഫ് സംരക്ഷണ സമിതി പറയുന്നത്. നിങ്ങൾ മുനമ്പത്തുകാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട 612 കുടുംബങ്ങൾ തങ്ങളുടേതായ ശ്രീ പ്രിന്റു മഹാദേവ് മുനമ്പത്തുകാരെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ ആരിഫ് ഹുസൈൻ 95 ആക്ടിന് ശേഷമാണല്ലോ വലിയ രീതിയിൽ വഖഫ് ബോർഡിന് ഈ സ്വത്തുക്കൾ കൈവരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 95 4.5 ലക്ഷം ഏക്കർ ഭൂമി, 2006 എത്തുമ്പോൾ 6 ലക്ഷം ഏക്കർ ഭൂമി, ഇപ്പോൾ നോക്കൂ 2024 എത്തുമ്പോൾ 9.2 ലക്ഷം ഏക്കറിലേക്ക് വഖഫിന്റെ സ്വത്തുക്കൾ കൂടുകയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഏകപക്ഷീയമായി ഒരു മതേതര രാജ്യത്ത് ഒരു വിഭാഗത്തിന് മാത്രം ഇത്രയധികം സ്വത്തുക്കൾ, ഭൂമി വന്നു ചേരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക? അതിന് കൃത്യമായ തടയിടൽ ഈ നിയമ ഭേദഗതി തന്നെയല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം ഒന്ന് പറയാണ്. ചെറുതല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അസ്കർ സംസാരിച്ചപ്പോ പറഞ്ഞത്, എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ കാണാതെ പോയതാണോ എന്നറിയില്ല, വളരെ അപകടകരമായ 2-3 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത്, ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കേരളത്തിന് വെളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കേരളത്തിനകത്ത് ഈ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് സ്ഥലം കുറവാണ്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായിട്ട് വരുന്നത്. ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 5-10 ഏക്കർ കൂടുതൽ വിസ്തീർണമുള്ള ഒരു സ്ഥലമായിരുന്നു, ഒരു രാജസ്ഥാൻ മരുഭൂമി പോലെ അങ്ങ് പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വഖഫിന് ആരും അറിയാതെ കൊള്ളയടിക്കാൻ പറ്റുമായിരുന്നു എന്നാണോ ഇദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ഉദ്ദേശം? എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയുന്നു ഡെൻസിറ്റി കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, വഖഫിന് ഇങ്ങനെ ഒരു അധികാരം വെച്ചു കൊടുത്തുകൊണ്ട് സ്ഥലങ്ങൾ കൈക്കലാക്കാനുള്ള, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കാനുള്ള എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യ അധികാരം വെച്ചു കൊടുക്കേണ്ടി വരിക ഇവിടുത്തെ ദേവസ്വം ബോർഡിനൊക്കെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് ഇദ്ദേഹം പറഞ്ഞ അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞു, വഖഫിന്റെ സ്വത്ത് പലരും ഇതുപോലെ കൈവശം വെച്ചിട്ടുണ്ട്. അത് അവർ ചൂണ്ടിക്കാണിക്കുകയും അത് തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അതിനോടൊപ്പം നിൽക്കുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവിടെ വഖഫിന്റെ ആളുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇന്ത്യൻ പാർലമെന്റ് നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന്. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. और आप लोग रिसर्च करेंगे, मिलेगा वक्फ की प्रॉपर्टी का लिस्ट आज पूरी दुनिया में आ चुका है. उसमें पार्लियामेंट है, वो खुद भी, यहाँ तक के बहुत से लोग कहते हैं कि एयरपोर्ट भी यही वक्फ की प्रॉपर्टी के ऊपर बनाया गया. സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാ. ഞാൻ നിങ്ങളോട്, അസ്കറിനോട് നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് വഖഫ് ഭൂമിയിലാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെയാണ് എന്ന് ആവർത്തിച്ച് മുസ്ലിം മത നേതാക്കൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആ പാർലമെന്റ് ഭൂമി അവിടുന്ന് തിരിച്ചു പിടിച്ച് ഇതുപോലെ വഖഫിന് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. പാർലമെന്റ് അവിടുന്ന് പൊളിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണിയുകയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് നിങ്ങൾ കൂട്ടു നിൽക്കുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം ചോദിക്കാനുള്ളത്, ഇവിടെ വഖഫ് ബോർഡ്, സമസ്ത, ഇവരെല്ലാവരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഈ മുനമ്പം പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് വഖഫ് ഭൂമിയാണ് എന്ന്. നിയമസഭയിൽ അവരെ കുടിയേറ്റക്കാർ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ആ വാക്ക് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുനമ്പംകാര് കുടിയേറ്റക്കാരാണ് എന്ന വാദത്തിൽ തന്നെയാണ് അസ്കർ ഇപ്പോഴും ഉള്ളത്? ഒരു യെസ് ഓർ നോ ഉത്തരമെങ്കിലും അതിന് തരണം.
അത് മാത്രമല്ല, അവര് പറഞ്ഞ് വഖഫ് ബോർഡ് പറയുന്നു മുനമ്പത്തുള്ളത് കയ്യേറ്റമാണ്, അത് വഖഫ് ഭൂമിയാണെന്ന് പറയുമ്പോൾ ആ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി അവസാനത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതില്, ഇതിന് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും സൊല്യൂഷൻസ് ഉണ്ട്, നമ്മൾ ഇതിൽ രണ്ടും വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു ഇതിന് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും സൊല്യൂഷൻ ഒന്നുമില്ല, അത് വല്ല പാർട്ടി ഓഫീസിൽ നടക്കുന്നുണ്ടാവും. നമ്മളിവിടെ പറയുന്ന ഒരു മതേതര രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നിയമപരമായിട്ടുള്ള സൊല്യൂഷനേ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സൊല്യൂഷൻ ഒന്നുമില്ല. അതിപ്പോ ചിലപ്പോ നമ്മളെ പി ശശീനെയൊക്കെ നിങ്ങൾ തരം താഴ്ത്തുന്നത് പോലെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ചില കുറ്റകൃത്യങ്ങളൊക്കെ. ചില മദ്രസകളിൽ ഉസ്താദുമാരെ പിടിക്കുന്ന സമയത്ത് അവരെ ചിലപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ട് നേരിട്ടിട്ട് അവരെ നാട് കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എടുക്കില്ല. ഇവിടെ നിയമപരമായിട്ട് ഒരു റൂൾ ഓഫ് ലോ, ഒരു എന്താ പറയാ, നാടിന്റെ ഒരു നിയമമുണ്ട്, ആ ലാൻഡിന്റെ റൂൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് എന്താ വഴി? അതിനാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനും, അതിനാണ് ഇവിടെ മറ്റേ എക്സിക്യൂട്ടീവും, നമ്മൾ ഈ ഡെമോക്രസിയുടെ പില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ടാണ് അത്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു വക്കീലല്ലേ, അത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുക എന്നുള്ളതല്ല, വഖഫിന് വേണ്ടിയിട്ട് ഒത്താശ പാടുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അവർ നടത്തുന്ന ഈ കൊള്ളയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ നമ്മൾ പറയുന്നു ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഇവിടെ ഇല്ല. ഇവിടെ നിയമപരമായിട്ടുള്ള സൊല്യൂഷനേ നമുക്ക് വേണ്ടൂ. ആ നിയമപരമായിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് നിങ്ങൾ. അമെന്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഇതിനോടകം പാസ്സായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് മുനമ്പത്തുകാരോടൊപ്പം നിങ്ങൾ ഉണ്ട് എന്ന് പറയാൻ? കാരണം നിങ്ങൾ ഓൾറെഡി അവരെ ചതിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി അവരെ പറ്റിച്ചു കഴിഞ്ഞു. ഇത്ര നാളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നു, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ മുനമ്പം ഉൾപ്പെടെ പാർലമെന്റ് അടക്കമുള്ള സ്ഥലങ്ങൾ വഖഫിന്റെ ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു സ്ഥലം വഖഫ് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ കച്ചയും കെട്ടി ഇറങ്ങും, മുണ്ടും മടക്കി കൂതി ഇറങ്ങുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മുനമ്പത്തുകാരെ ഇറക്കി വിടുവോ? നിങ്ങൾക്ക് അവരോട് കൊടുക്കാനുള്ള ഉത്തരം എന്താണ്? ഒരു ചുരുങ്ങിയ വാക്കുകളിൽ മുനമ്പത്തുകാരെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരണം. ഏറ്റവും പരമപ്രധാന ഈ ആരിഫ് ഹുസൈൻ പല ചോദ്യങ്ങൾക്ക് ഉത്തരം അർഹിക്കുന്ന ആളല്ല നീലിമ. പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഏറ്റവും വികലവും വിചിത്രവുമായിട്ടുള്ള ചിന്തകൾ. അല്ല, മുനമ്പത്തുകാർ അവിടെ കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ? അതിനൊരു ഉത്തരം പറയാമോ? നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. അങ്ങനല്ല, നിങ്ങളെ പോലുള്ള ആളോട് ഉത്തരം പറയാൻ ഒരു താല്പര്യം എനിക്ക് നിങ്ങൾ ആ ഉത്തരം അങ്ങയുടെ നിസ്സഹായതയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. മുനമ്പത്തുകാർ കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ എന്നതിന് കൃത്യമായ ഒരു മറുപടി പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നിയമപരമായ പരിഹാരവും രാഷ്ട്രീയപരമായ പരിഹാരമുണ്ട്. ആ നിയമപരമായ പരിഹാരം എന്ന് പറയുന്നത് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കുക എന്നതാണ്. അതിനോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? 2024 വഖഫ് ഭേദഗതി നിയമപ്രകാരം മുത്തവല്ലിയായി തെരഞ്ഞെടുക്കപ്പെടുകയും വഖഫ് സ്വത്തുക്കളുടെ കൈവശാവകാശവും അതിന്റെ സംരക്ഷണം നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ആളെ കൂടി ചുമതലപ്പെടുത്തുന്ന തരത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കപ്പെടുമ്പോൾ നാളെ ദേവസ്വം ബോർഡുകൾ ഭരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു നോൺ ഹിന്ദു ആയിട്ടുള്ള ആളെ ചുമതലപ്പെടുത്തിയാൽ എന്തുമാത്രം സമൂഹത്തിൽ മുറിവേൽക്കുന്നു? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആരിഫിന് ഉത്തരം പറയാം. ഞാൻ പറഞ്ഞുതരാം. ഭാസ്കറിനുള്ള ഉത്തരം ഇതാണ്. അതായത് ഇന്ന് വഖഫ് ബോർഡിനുള്ള പോലെ അനിയന്ത്രിതമായ ഒരു അധികാരവും ഏതെങ്കിലും ഭൂമി ഏതെങ്കിലും കണ്ണായ സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അതിങ്ങ് പോന്നോട്ടെ എന്ന് പറയാനുള്ള ഒരു അധികാരം ഈ പറയുന്ന നമ്മളുടെ ദേവസ്വം ഭൂമിക്ക് വെച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് ഇനിയിപ്പോ നമ്മളുടെ സമസ്തയുടെ നേതാവോ അല്ലെങ്കിൽ ഷിഹാബ് തങ്ങളോ വന്നിരുന്നാലും ഒരു കുഴപ്പമില്ല. അതിന് നിങ്ങൾ തയ്യാറാണോ? ഇതുപോലെ അനിയന്ത്രിതമായ ഒരു പവർ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതില് വഖഫ് നിയമത്തിൽ ഭേദഗതിയില് ഏതു തരത്തിലുള്ള അനിയന്ത്രിതമായ നിയമമുള്ളത്? വഖഫ് സ്വത്തുക്കൾ, വഖഫ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനിയന്ത്രിതമായ നിയമം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ സമയല്ലേ, എന്റെ ആരിഫെ ഒന്നും വിചാരിക്കും എന്റെ സമയം. ഇത്ര നാള് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അതല്ല, നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പോയി പഠിപ്പിച്ചാൽ മതി. വീട്ടിൽ പോയി പഠിപ്പിച്ചാൽ മതി. എന്റെ ചർച്ചയുടെ സമയത്താണ് ഞാൻ ഇറങ്ങിപ്പോകും. നീലിമ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഇടപെടാനാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇല്ല, താങ്കൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയൂ. ഒരാൾ ഉൾപ്പെട്ട ഒരു വിഷയം, BN ഹസ്കറിന് സ്വാഭാവികമായി മറുപടി ഉണ്ടാകില്ല ഈ വിഷയത്തിൽ. അങ്ങേയറ്റം അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ്
ഡോക്ടർ ഉയർത്തിയത്, ആരിഫ് ഹുസൈൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ അസ്കർ ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി, ഈ ചർച്ചയിൽ ഒളിച്ചോടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങ് ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും ഇക്കാര്യത്തിൽ പറയാനുണ്ടാകില്ല. അല്ല, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഇത്ര നാൾ ഈ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് ഇത്ര ചർച്ചകളിലും എത്ര എണ്ണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര എണ്ണത്തിൽ പങ്കെടുത്തിട്ടും എന്താണ് ഈ വഖഫ് നിയമത്തിന്റെ കുഴപ്പമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് കരുതുന്നതിൽ പോലും ശരികേടുണ്ടെന്നാണ് ഞാൻ പറയാ. എന്താണ് ഇതിന്റെ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഈ അമെന്റ്മെന്റ്? 2 കാരണമാണ് പ്രധാനമായിട്ട് 3 കാരണമാണ് ഞാൻ പറയുന്നത്. അതിൽ 2 എണ്ണമാണ് ഇതിൽ അമെന്റ്മെന്റ് വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആ പ്രോപ്പർട്ടിയിലുള്ള ആളുകളുടെ സിവിൽ റൈറ്റ്സ് നഷ്ടപ്പെടുന്നു. ആ മുനമ്പൻ നിവാസികൾക്ക് അവർക്ക് ആ ഭൂമി പോക്കുവരവ് നടത്താൻ കഴിയുന്നില്ല, അവർക്ക് കരമടയ്ക്കാൻ കഴിയുന്നില്ല. ഏത് ഭൂമി പ്രശ്നത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വേറെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നത്? ഒന്നിലും ഉണ്ടാകുന്നില്ല. ഇതിൽ അങ്ങനെ ഉണ്ടാകുന്നു. അതായത് ഇത് പരാതി ഉയരുമ്പോൾ തന്നെ പ്രശ്നമായിട്ട് മാറുകയാണ്. പരാതി ഉയരുമ്പോൾ തന്നെ റൈറ്റ്സ് നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. 2, ഇതിലൊരു പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കോടതികളിലേക്ക് അപ്പീൽ പോകാൻ കഴിയില്ല. ട്രൈബ്യൂണൽ, വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിയാണ് അന്തിമം എന്ന് വരുന്നത് ഒരു വലിയ പ്രശ്നമാണ്. 3ാമത്തേതാണ് ഞാൻ പറയുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതെന്താണ്? വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവിടുന്ന് എടുത്തു കളയേണ്ട കാര്യമാണ്. ഇതെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെതിരെ സംസാരിക്കുമ്പോൾ ഇതേപോലെയുള്ള ആളുകൾ വന്നിരുന്നില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും പറഞ്ഞില്ല. ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആ മുനമ്പത്തുകാരെ കുടിയേറ്റക്കാർ എന്ന ആ വിളിപ്പേര് ഇനിയും വിളിക്കുമോ? നിങ്ങൾ എന്താണ് അവരിപ്പോ വിളിക്കുക? ഇതേ നമുക്ക് അറിയേണ്ടത്. അതുകൂടാതെ പാർലമെന്റ് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമോ? കാരണം വഖഫ് ആവശ്യപ്പെട്ട അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു. വഖഫ് ആവശ്യപ്പെടുന്നു പാർലമെന്റിന്റെ കാര്യത്തിൽ. അതേപോലെ മറ്റൊരു വിഷയം കൂടി ഞാൻ ഇവിടെ ഉയർത്തി. ഇവിടെ എന്തിന് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പരിഹാരം വേണമെന്ന് പറയുകയും എന്നിട്ട് നിയമപരമായിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ അമെന്റ്മെന്റ് കൊണ്ടുവരും. എന്തിനാണ് അതിനെ നിങ്ങൾ എതിർക്കുന്നത്? ഇതാ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ്? മതപ്രീണനം, മുസ്ലിം പ്രീണനം തന്നെയാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഒരു അർഹത ഇല്ലാത്ത ഒരു ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവർക്ക് ഉത്തരം പറയാൻ കിട്ടാത്ത ചോദ്യം ചോദിച്ചു എന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുള്ളൂ. അതിൽ ഇദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഫോണിലായതുകൊണ്ട് കാണുന്നില്ല. പ്രേക്ഷകർക്കടക്കം മനസ്സിലാകും അദ്ദേഹം ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇടത് നിരീക്ഷകൻ ഈ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നത് നമുക്കെല്ലാം വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. और आप लोग रिसर्च करेंगे, मिलेगा वक्फ की प्रॉपर्टी का लिस्ट आज पूरी दुनिया में आ चुका है. उसमें पार्लियामेंट है, वो खुद भी, यहाँ तक के बहुत से लोग कहते हैं कि एयरपोर्ट भी यही वक्फ की प्रॉपर्टी के ऊपर बनाया गया. സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.